ഇത് റവയുണ്ടയാണ്. ഇത് ആദ്യം ഉണ്ടാക്കി വെച്ചതാണ്. നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കും. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ടുള്ള ലഡുവാണ്. അതിന് വേണ്ടത് റവയും തേങ്ങയും പശു നെയ്യും പഞ്ചസാര, ഗാർണിഷ് ചെയ്യാൻ മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടി വെച്ച്, ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ പശു നെയ്യ് ഒഴിക്കാൻ പോകും. അതിലാദ്യം നമ്മൾ തേങ്ങ ഇടുന്നുണ്ട്. പശു നെയ്യിൽ തേങ്ങ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. നല്ലോണം ആവണം. അത് ഒരു പശുമയെല്ലാം ഇളകണം തേങ്ങേൻ്റെ. എന്നാലാണ് പഞ്ചസാര റവ ഇടാൻ പറ്റും. വേണമെങ്കിൽ കുറച്ച് ഇതെല്ലാം ഇടാം, ഏലക്കായെല്ലാം ഇടാൻ. റവ ഇടാനേ റവ നല്ലോണം ഒന്ന് ചൂടായി നല്ലൊരു കുറച്ചൊന്ന് ചൂടാവണം വറവിൻ്റെ രൂപത്തിൽ. അതിന് ശേഷം പഞ്ചസാര ഇടാം. ഏലക്കായിൻ്റെ പൊടിയും പൊടിച്ചിട്ടാൽ നല്ല സ്മെല്ലുണ്ടാവും. ഏലക്കായ ഇട്ടാലേ നല്ലൊരു മണവും പശു നെയ്യിൻ്റെ എല്ലാം കൂടി ആകുമ്പോൾ നല്ല തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ കുറച്ച് മധുരം കുറച്ചിട്ടാൽ മതി. ചിലർക്ക് ഒരുപാട് മധുരം വേണ്ടാക്കാൻ നല്ലോണം റവ പോലെ നല്ല മധുരത്തിൽ ഒരു ബാലൻസിന് ഒരിത്തിരി ഉപ്പും ഒരു പൊടി ചേർത്താൽ നല്ലതാണ്. ഇത് ഏകദേശം ആയി വരുന്നുണ്ട്. പഞ്ചസാര നല്ലോണം ഉരുകിയിട്ട് ഇതാകുമ്പോൾ അത് പശുമയാവുക. എന്താ ഈ രൂപത്തിലാവണം. പോരെങ്കിൽ കുറച്ചും കൂടി ഇടാം. ഇനി കുറച്ച് ഏലക്കായിൻ്റെ പൊടി എടുക്കുന്നുണ്ട് പേരിന്. പൊടിയിട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇത് കുറച്ച് തണിയാൻ വെക്കണം. കൈ കൊണ്ട് ഉരുട്ടാൻ കഴിയില്ല, അല്ലെങ്കിൽ ചൂട് വിട്ട് ഇത്ര ഇളം ചൂടിൽ ഉരുട്ടണം, അല്ലെങ്കിൽ ഉരുട്ടാനും കഴിയില്ല. കുറച്ചേ കൊണ്ട് അതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. വേഗം എളുപ്പം കഴിയും. കുറച്ച് തേങ്ങയും കുറച്ച് റവയും ഉണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ വൈകുന്നേരത്തിൽ ചായക്ക് കടിയായിട്ട് എടുക്കുകയും ചെയ്യാം. റവയിലെ നല്ല സാധനമല്ല. മുന്തിരിങ്ങ അല്ലെങ്കിൽ ചെറിയ ചേർക്കുന്നവരുണ്ട്. ചെറിയും ചേർക്കും. ഞാൻ മുന്തിരിങ്ങ ഉള്ളതുകൊണ്ട് മുന്തിരിങ്ങ ചേർത്തുള്ളൂ. പശു നെയ്യ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. തേങ്ങയും അതുപോലെ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അടുപ്പത്തുനിന്ന് അത് വാങ്ങി വെച്ചതിന് ശേഷം അധികം ചൂട് തണിയാൻ പാടില്ല. അതിൽ മുന്നേ ഉരുട്ടണം, അല്ലെങ്കിൽ ഉരുട്ടാൻ പറ്റില്ല. നെയ്യ് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങയും കൂടുതലിടാം. നമ്മളതിനെ കുറച്ചുണ്ടാക്കിയത് കൊണ്ട് കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. സൂപ്പറാണ്.